ചിത്തി, ചിത്തി, എന്താ ഇവിടെ? ചാമുണ്ഡി ക്ഷേത്രത്തിൽ വന്നതാ. കുട്ടികൾക്ക് വെക്കേഷനാ. അപ്പ എവിടെ? നീ ഇറങ്ങിപ്പോയ അന്ന് വീട് വിട്ടു പോയതാ. പിന്നെ ആർക്കും ഒരു വിവരവും ഇല്ല. എനിക്കറിയാം, എൻ്റെ അപ്പ തിരിച്ചു വരും. എൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് അപ്പയ്ക്കും ബോധ്യമാവും. അമീർ എത്ര നല്ലവനാണെന്നറിയോ? അത് നിങ്ങൾക്കും മനസ്സിലാവും. നിനക്ക് തെറ്റി മോളെ. നിങ്ങൾ മദ്രാസിൽ പാടാൻ വന്നത് ഞാൻ അറിഞ്ഞു. അവൻ നിന്നെ ചതിക്കുകയായിരുന്നു മോളെ. വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ മൈസൂരിലേക്ക് വണ്ടി കയറാൻ ഒരുങ്ങിയതാ. പക്ഷേ ധൈര്യം ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയങ്കരനാവൻ. ഒന്ന് തെളിച്ചു പറ ചിത്തപ്പ. ശ്രീ. ഹലോ സാർ. എന്താ സാർ ഒറ്റയ്ക്ക്? ശ്രീയെ ഒന്ന് ഒറ്റയ്ക്ക് കാണുമെന്ന് തോന്നി. വളരെ നന്നായി. ഞാനും അത് ആഗ്രഹിച്ചു. ഈ വയലിൻ്റെ സ്ട്രിങ്സും വിരലും തമ്മിലുള്ള ഒരു പെർഫെക്റ്റ് സിങ്ക് ഇല്ലേ? നിങ്ങളുടെ ജീവിതത്തെ പറ്റി എനിക്ക് അങ്ങനെ പറയാനാ തോന്നുന്നേ. ആ സിങ്ക് നഷ്ടപ്പെട്ട് കാണാൻ ശ്രീഹരി ആഗ്രഹിക്കില്ല അല്ലേ? നെവർ. എങ്കിൽ നാളെ വീണ പാടരുത്. ഇപ്പൊ പാടണമെന്നേ ഉള്ളൂ, പിന്നീട് പാടിക്കോട്ടെ. ജീവിതത്തിന്റെ താളമല്ലേ ശ്രീ ആദ്യം ശരിപ്പെടുത്തേണ്ടത്. ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ വിവാഹ ജീവിതത്തെ പറ്റി. ഞാൻ, അവൾ, പിന്നെ ഞങ്ങളുടെ കുട്ടികൾ. ഇടയിലൊന്നും കടന്നു വരരുത്. പക്ഷേ സാർ, നാളെ റെക്കോർഡിംഗ് ആണ് സാർ. ഇപ്പോഴിങ്ങനെ പറഞ്ഞാൽ സാർ, ആ പാവം വീണയോട് ഇത് വേണ്ട. ഈ സെൽഫിഷ്നെസ്. എൻ്റെ ഭാര്യയോട് അത്രയ്ക്ക് സിമ്പതി വേണ്ട. അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും കാരണം പറഞ്ഞ് നാളെ നിങ്ങൾ അവളെ ഒഴിവാക്കണം. ദിസ് ഈസ് ടു ക്രൂവൽ. ഇതൊരുമാതിരി കശാപ്പുകാരൻ മാടിനിറക്കുന്ന പോലെയാണ്. കയ്യിലുള്ളത് നല്ല വിലയ്ക്ക് വിറ്റ് കാശാക്കുന്ന കച്ചവടക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷെ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ ഇവൾ നന്നായി പാടും, ഷീസ് ഫോർ സെയിൽ എന്നൊരു ടാഗ് തൂക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ കൂട്ടിക്കൊള്ളു. എനിക്ക് നിങ്ങളോട് ബഹുമാനമായിരുന്നു. പക്ഷെ ഇപ്പോ, അന്ന് അവൾ പതറി നിന്നൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പാഴാക്കിയല്ലോ എന്നോർത്ത് എനിക്കിപ്പോ ലജ്ജ തോന്നുന്നു. വേണ്ട സാർ, ശ്രീഹരി ആരുമല്ല. പക്ഷെ അവൾ പാട്ടിന് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തവളാ. കൂട്ടിലടയ്ക്കരുത് ആ ശബ്ദത്തെ. എനിക്കൊന്ന് വീണേ കാണണം, അപേക്ഷിക്കണം. എന്തിന്? പാടാനോ? ശ്രീഹരി, എനിക്ക് നിങ്ങൾ ആരുമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. പക്ഷേ എനിക്കറിയാം, വീണയ്ക്ക് നൊന്താൽ ശ്രീഹരിക്ക് നോവും. ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല. ഒത്തിരി സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ച കളിപ്പാട്ടമായിരുന്നു. വീണയോട് എനിക്ക് ഒത്തിരി സ്നേഹമാണ്.